ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല രുചികരമായ ആലു പറാത്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി കുറച്ച് ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ട് മുറിച്ച് കൊടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഉരുളൻകിഴങ്ങും ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഉരുളൻകിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി മാറ്റാം. എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ അവസാനം വരെയൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇതിൻ്റെ തോലെല്ലാം ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. അതിനായി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ചാട്ട് മസാല, മീറ്റ് മസാല, ഉപ്പ് എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, മല്ലിയില എന്നിവയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മസാലയായിട്ടെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് വലിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള മാവ് നമുക്ക് എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഈ മാവ് നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചപ്പാത്തി കല്ലിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് മാവിൽ ഡസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ചപ്പാത്തിയെല്ലാം നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് മസാല വെച്ച് കൊടുത്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലൊന്ന് പരത്തിയെടുക്കാം. ഈ പറാത്ത കഴിക്കാനായിട്ട് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ഉരുളൻകിഴങ്ങ് മസാല സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് തൈരും കൂട്ടി കഴിക്കാവുന്നതാണ്. ഇനി ഒരു ചപ്പാത്തി കല്ല് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഈ പറാത്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അതിനുശേഷം ഈ ഭാഗത്തും കുറച്ച് നെയ്യ് ഒഴിച്ച് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പറാത്ത റെഡി ആയിട്ടുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മൾ വയറൊക്കെ നിറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ പറാത്ത റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.